ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്യാമയും ഷാലിനിയും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന ഇടയ്ക്ക് ഷാരി ഓടി വരികയാണ് കേട്ടോ. കൂടെ ശാരദാമ്മയുണ്ട്. അങ്ങനെ ഷാരി അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാണ് കേട്ടോ വരുന്നത്. ആ വിളി കേൾക്കുമ്പോൾ തന്നെ അങ്ങ് പേടിക്കുന്നുണ്ട് ഷാലിനിയും ശ്യാമയും. ശാരദാമ്മയ്ക്ക് എന്താടി നിനക്ക് പറ്റിയതെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. ഈ സമയം വലിയച്ചി എന്ത് പറ്റിയെന്ന് തിരിച്ചും മറിച്ചും രണ്ടുപേരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്യാമ എന്ത് പറ്റി എൻ്റെ വലിയച്ചിക്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയണം, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല എന്ന് പറയട്ടെ. പിന്നെ എന്തിനാടി നീ ഇങ്ങനെ കിടന്നിട്ട് വിളിച്ചും കൊണ്ട് കൂവി വന്നിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. അമ്മേ ടി വി വെക്കുക, അമ്മേ ടി വിയിൽ എന്താ, അമ്മ വാ ടി വി വെക്കെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ശ്യാമ പറയാം, ശ്യാമ വാ കുഞ്ഞച്ചി എന്നെ വെച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ടി വിയുടെ റിമോട്ട് എടുക്കുകയാണ്. അങ്ങനെ ടി വി ഓൺ ചെയ്യാണ്. അപ്പോഴേ തന്നെ ഒരു പരസ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതേ സമയം ഇതല്ല വെക്കേണ്ടത് എന്ന് ഷാരി പറയുമ്പോൾ പിന്നെ എന്താ വെക്കേണ്ടത്? അപ്പോൾ ഉടൻ തന്നെ പറയാണ്, അതെ നീ വെക്കേണ്ടത് വാർത്തയാണ്, വാർത്ത വെക്കുകയെന്ന് പറയാം കേട്ടോ. അങ്ങനെ ന്യൂസ് ചാനൽ വെക്കുകയാണ്. ന്യൂസ് വെച്ച ഉടൻ തന്നെ അതിൽ പറയുന്നത് ഒരു മലയാളി യുവതി ഇങ്ങനെ IAS പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ, ആ സിവിൽ പരീക്ഷയുടെ റാങ്ക് വാങ്ങിയിട്ടുണ്ട്, അത് ശാലിനിയാണെന്ന് പറയാം കേട്ടോ, IPS കാരി എന്നിങ്ങൾ ആ വാക്കങ്ങ് പറയുമ്പോൾ ഷാലിനി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. ഈശ്വരാ എന്ത്! അപ്പോഴേക്കും ശ്യാമ കുഞ്ഞേച്ചി എന്ന് പറയുമ്പോൾ മോളെ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് അവർക്ക് ആർക്കും വിശ്വസിക്കാനാവാത്ത ആ സന്തോഷം പങ്കുവെക്കാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഓരോരുത്തരായി ഷാലിനിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ശാലിനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല. ഇതേ സമയം ശ്യാമ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ഷാരി വന്ന് കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ ശാരദാമ്മയാണെങ്കിലും മോളെ നീ ഈ അമ്മയുടെ പ്രാർത്ഥനക്ക് ഉത്തരം തന്നു. നീ ആദ്യം ഈ വിവരം അറിയിക്കേണ്ടത് നിൻ്റെ അച്ഛനെയാണ്. പക്ഷേ നിൻ്റെ അച്ഛൻ ഇവിടെ ഇല്ല. തീർത്ഥാടനത്തിന് പോയത് കൊണ്ട് തന്നെ, നിൻ്റെ അച്ഛൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും അറിയിക്കാനും പറ്റില്ലല്ലോ എന്ന് പറയണേ. ഇതേ സമയം ശ്യാമ പറയുന്നുണ്ട്, എന്തായാലും അച്ഛനില്ലെങ്കിലും അച്ഛൻ്റെയോട് നന്ദി പറയണം. അപ്പോൾ ശാരദാമ്മ പറയാണ്, ഇത് പാവങ്ങളുടെ വിജയമാണ്, പാവങ്ങൾക്കും ഇത് റേഡിയെടുക്കാൻ കഴിയുമെന്ന് നീ കാണിച്ചു കൊടുത്തല്ലോ മോളെ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഏത് പാവപ്പെട്ടവനും ഇത് എഴുതാം, പക്ഷേ അതിന് പഠിക്കാനുള്ള ആ ഒരു മനസ്സുറപ്പുണ്ടായില്ലേ, ഏത് പാവപ്പെട്ടവന് ഈ ഒരു വിജയം കൈവരിക്കാൻ കഴിയും. എന്നാൽ മോളെ പാവപ്പെട്ടവരെ ഇനി എൻ്റെ മോള് വലിയ സ്ഥാനത്ത് എത്തുമ്പോൾ മറക്കരുത്. ഇല്ല അമ്മ, ഞാൻ ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഉടനെ തന്നെ ശാരദാമ്മ പറയും, ഇതിനൊക്കെ കാരണക്കാരൻ കുറുപ്പ് സാറാണ്, കുറുപ്പ് സാറിനെ നേരിട്ട് പോയി കാണണമെന്ന് പറയട്ടെ. അപ്പോൾ ഉടൻ തന്നെ ഷാലിനി പറയാണ്, ഞാൻ എൻ്റെ കുറുപ്പ് സാറിനെ പോയി കാണട്ടെ. വേണ്ട, നീ ഈ സമയത്ത് പുറത്തിറങ്ങുന്നത് ശരിയല്ല, ഞാൻ പോയിട്ട് കുറുപ്പ് സാറെ വിളിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ മഴയായത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർക്ക് വയ്യാതെ കിടക്കുക ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഞാൻ പോയി വിളിച്ചു കൊണ്ടുവരാമെന്ന് പറയട്ടോ. ഈ സമയം ശാരദാമ്മ പറയാം, മോളെ ഇനി സത്യാമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖം മാറി പറയാനട്ടോ. എന്നാൽ ഈ സമയം ശാരദാമ്മ തന്നെ മാറ്റി പറയുന്നു, ഒരുപക്ഷെ സത്യാമ്മ ഇവരെ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യാമ്മക്ക് ഉണ്ടാവുക മോളെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഷാലിനി ഇങ്ങനെ മുഖം മാറ്റി മറിയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം മോളെ വേറൊരാൾ അറിയേണ്ട ആൾ അറിഞ്ഞില്ലല്ലോ, നമ്മുടെ വിഷ്ണുമോനെ അറിഞ്ഞാണാവോ എന്ന് പറയുമ്പോൾ ഷാലിനി ഇങ്ങനെ മുഖം സങ്കടത്തോടു കൂടി പിടിക്കണം കേട്ടോ. എന്നാൽ ഈ സമയം രാഘവനും രോഹിത്തും വിഷ്ണുവും കൂടി ടി വിയിൽ ഇങ്ങനെ ന്യൂസ് കാണുന്ന സമയമായിരിക്കും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഈ ന്യൂസിനുള്ളിലോട്ട് ഈ ഒരു ഷാലിനി IPS കാരിയായി എന്നുള്ള ആ സന്തോഷ വാർത്ത ന്യൂസ് ചാനലിൽ പറയുന്നത്. അത് കേൾക്കുന്ന വിഷ്ണു പരിസരമില്ലാതെ അങ്ങ് പൊട്ടിച്ചിരിക്കണം കേട്ടോ. അച്ഛാ എന്താണ് ഈ കേൾക്കുന്നത്? ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഈ ന്യൂസല്ലേ ഞാൻ ഈ കേൾക്കുന്നത്, അച്ഛൻ കണ്ടില്ല എന്നിങ്ങനെ ഉറക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എടാ ബ്രോ എന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ കെട്ടിപ്പിടിക്കുന്നു, രോഹിത്തിനെ തള്ളിയിടുന്നു, രോഹിത്തിനെ ഉമ്മ വെക്കുന്നു. അങ്ങനെ വിഷ്ണുവിനെ കാട്ടാവുന്നതിലൊക്കെ വിഷ്ണു കാട്ടിക്കൂട്ടാണ്. ഇതേ സമയം രോഹിത്ത് ഇത് ആഘോഷിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇത് ആഘോഷിക്കണം. അപ്പോൾ വിഷ്ണു വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ രോഹിത്ത് പറയുന്നത്, താഴെ അമ്മയുണ്ടാവും, ഇങ്ങനെ ബഹളം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞ ഉടനെ ഏട്ടാ നീ മറന്നോടാ, അമ്മ ഇന്ന് എസ്റ്റേറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി പോകാമെന്ന് നിനക്കറിയില്ല, അമ്മ ഇവിടെ ഇല്ല, അതുകൊണ്ടല്ലേ ഞാൻ ബഹളം ഉണ്ടാക്കുന്നതെന്ന് പറയണം. അപ്പോൾ രാഘവൻ ശരിയാണ് എന്ന് പറഞ്ഞിട്ട് രാഘവൻ പറയും, ഇതിപ്പോൾ ഇതുകൊണ്ട് ഒതുക്കാനാണ് തീരുമാനം, അല്ല മധുരപലഹാരങ്ങളൊക്കെ വാങ്ങിപ്പോണം എന്ന് പറയുമ്പോഴാട്ടോ സത്യാമ്മ ആ വീടിൻ്റെ പടി ചോദിക്കുന്നത്. അങ്ങനെ സത്യാമ്മ ഈ മധുരപലഹാരത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താടാ നിനക്ക്? അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു ഇത് കാണുകയാണ്. തൻ്റെ അമ്മയെ കണ്ട വിഷ്ണു ആകെ അന്താളിക്കാണ്. ഈശ്വര എൻ്റെ അമ്മ വന്നല്ലോ എന്ന ഭാവത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കണം. എന്താണ് നീ എന്നെ കണ്ടപ്പോൾ മിഴിച്ചു വന്നു? അത് അമ്മേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിക്കുന്നു. എന്നാൽ രാഘവനാണെങ്കിലും ഈ ന്യൂസിൽ പറയുന്ന ഈ ഒരു വാക്ക് സത്യാമ്മ കേൾക്കുകയാണ്. അപ്പോൾ ന്യൂസിൽ പറയുന്നത് പാവപ്പെട്ട പെൺകുട്ടിയാണ്, ഈ ശാലിനി എന്ന വാക്ക് പ്രയോഗിക്കുന്നില്ല, ഈ പെൺകുട്ടി വിജയം കൈവരിച്ചിരിക്കുന്നു, എല്ലാ ആളുകൾക്കും ഒരു മാതൃകയാണ് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും രാഘവൻ കണ്ടുകൊണ്ട് കാണിക്കുന്നു. അപ്പോഴേക്കും വിഷ്ണു ചിരിച്ചും കൊണ്ട് അങ്ങ് കട്ടിലിൽ പോയി കിടക്കുകയാണ്. അത് കാണുന്ന സത്യാമ്മ ചോദിക്കുക, നീ എന്താണ് ഈ കോമാളിത്തരം കാട്ടുന്നത്, എന്താണെന്ന് വെച്ചാൽ കാര്യം തുറന്ന് പറ എന്ന് പറയുമ്പോൾ വിഷ്ണു ചിരിക്കുന്നു. പിന്നീട് തൻ്റെ റിമോട്ട് എടുത്ത് പതുക്കെ ഓഫ് ചെയ്യുന്നു. എന്നാൽ ഈ റിമോട്ട്
സൗണ്ട് കുറക്കാനേ വിഷ്ണുവിന് കഴിയുള്ളൂ. അങ്ങനെ പിന്നീട് ആശ്വാസമായി എന്ന് പറഞ്ഞ ഉടനെ തന്നെ സത്യാമ്മ ചോദിക്കുക, എന്ത് ആശ്വാസമായി എന്നാ പറയുന്നത്? ഏയ് ഒന്നുമല്ല അമ്മ, ഞാൻ പെട്ടെന്ന് അങ്ങ് വീഴാൻ പോയതാണ്, അത് പറഞ്ഞതാ, അതിന് ആശ്വാസമായി എന്ന് പറയണ. ഏയ് ഒന്നുമല്ല, അതല്ല എന്ന് പറയണ കേട്ടോ. എന്നാൽ ഈ സമയം പെട്ടെന്ന് വിഷ്ണു അത് പറഞ്ഞങ്ങ് നാക്ക് എടുത്തില്ല. രാഘവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ശാലിനിയുടെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അത് കാണുന്നതിനോട് കൂടി രാഘവൻ ആശ്വാസമായില്ലട മോനെ എന്ന് മുഖത്തോട് നോക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന വിഷ്ണു ടി വിയിലോട്ട് നോക്കുമ്പോൾ ശാലിനിയുടെ ഇൻ്റർവ്യൂ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശാലിനിയുടെ ശബ്ദം സത്യാമ്മ കേൾക്കുന്നില്ല. അങ്ങനെ പിന്നെയും വിഷ്ണുവിന് വെപ്രാളം പരിഭ്രാന്തിയും തുടങ്ങി കേട്ടോ. അങ്ങനെ വിഷ്ണു എന്ത് ചെയ്യും, പിന്നെ റിമോട്ട് എടുക്കണം. പക്ഷെ എന്ത് ചെയ്തിട്ട് റിമോട്ട് ടി വി ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ റിമോട്ട് തൻ്റെ സൈഡിലിട്ട് തുടയിലിട്ട് ഇങ്ങനെ അടിച്ചു നോക്കണം. അപ്പോൾ എന്താണ് നിനക്ക് പറ്റിയത്? കുറേ നേരമായാലും നീ കിടന്ന കോമാളിത്തരം കാട്ടുന്നത്. അപ്പോൾ ഉടനെ അതേ അമ്മയ്ക്ക് വെള്ളം കുടിക്കാൻ വേണം. അപ്പോൾ വെള്ളമോ അതാ ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് വെള്ളം എടുക്കാൻ പോവാണ്. അപ്പോൾ ഉടനെ സത്യാമ്മ പറയുന്നുണ്ട്, എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് വെള്ളം വേണ്ട എന്ന് സത്യാമ്മ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയാൻ പറ്റില്ല അമ്മേ, അമ്മയുടെ ആരോഗ്യം, എൻ്റെ ആരോഗ്യത്തിന് എന്താണ് കുഴപ്പം? വെള്ളം കുടിച്ചേച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും രാഘവൻ അതിൽ ഇടപെടാൻ, ശരിയാ നീ വെള്ളം കുടിക്കുക. അങ്ങനെ റിമോട്ട് വീണ്ടും അടിക്കുമ്പോൾ അങ്ങ് ടി വി ഓഫ് ചെയ്യാൻ കേട്ടോ. അതോടുകൂടി ആശ്വാസമായി. കുറേ നേരമായല്ലോടാ നീ ആശ്വാസമായി. എന്താ രാഘവേട്ട ഇവർക്ക് പറ്റിയത്? ഇവർ രണ്ടാണ് കുറേ നേരമായി കോമാളിത്തരം കാട്ടിക്കൂട്ടുന്നത്. എന്തൊക്കെയാണ് ഇവർ പറയുന്നത്, എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത്? അത് വെള്ളം കുടിക്കാം, അതാണ് പറഞ്ഞത്. അപ്പോഴേക്കും വെള്ളം രോഹിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുന്നു. പക്ഷേ ഒഴിക്കുന്ന സമയത്ത് ആ വെള്ളമെല്ലാം താഴെ പോകുന്നു കേട്ടോ. അപ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഈ കാണിക്കുന്നത്? എന്താ ഇങ്ങനെ കാട്ടിക്കൂടുന്നത്? ഇവർക്ക് എന്താ പറ്റി രാഘവേട്ട? ഏയ് ഒന്നുമില്ല അവർക്ക് എന്ന് പറയട്ടോ. അങ്ങനെ സത്യാമ്മയെ കൊണ്ട് ആ വെള്ളം കുടിപ്പിക്കുകയാണ്. അങ്ങനെ സത്യാമ്മ ആ വെള്ളം കുടിക്കുകയാണ്. ഈ സമയം സത്യാമ്മ ആ വെള്ളമൊക്കെ കുടി കഴിഞ്ഞതിന് ശേഷം, അല്ല നിങ്ങൾ എന്താ ഈ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ കുറച്ച് നേരത്തെ ഒരു മധുരപലഹാരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, ആർക്ക് കൊണ്ടു കൊടുക്കുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്? ഉടൻ തന്നെ ആകെ കിളി പോവാണ്. ഈശ്വര പറ്റിച്ചല്ലോ എന്ന് അവിടെ വിഷ്ണു പറഞ്ഞ ഉടനെ എന്താണ് ആരാടാ? അപ്പോൾ വിഷ്ണു രോഹിത്തിനെ തോണ്ടാണ്. അപ്പോൾ രോഹിത് പറയും, ഞാൻ ആരുടെ പേരാ പറയുക, എനിക്കറിയില്ല എന്ന് പറയണേ. ഇതേ സമയം രാഘവൻ്റെ മുഖത്ത് നോക്കി ചോദിക്കണം, അപ്പോൾ രാഘവേട്ട ആരാണ്, ആർക്ക് മധുരപലഹാരം കൊണ്ടു കൊടുക്കുന്ന കാര്യം നിങ്ങൾ 3 പേരും പറയാം? അത് നമ്മുടെ ശ്യാമ വിശേഷം ഉണ്ടായിരിക്കല്ലേ, അവൾക്ക് മധുരപലഹാരം കൊണ്ടു കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ അവിടെയും ആകെ അങ്ങ് സത്യാമ്മയെ അങ്ങ് സംശയം തോന്നാത്ത വിധത്തിൽ അവരങ്ങ് കാര്യങ്ങൾ അങ്ങ് തകർത്ത് അഭിനയിച്ച് അങ്ങ് തീർക്കണം കേട്ടോ. ഇതേ സമയം സത്യാമ്മ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ടി വി ഓഫായിരിക്കുന്നു. ഇത് കണ്ട ഉടനെ, അല്ലടാ ഞാൻ വരുമ്പോൾ ടി വി ഓൺ ആയിരുന്നല്ലോ, നീ എന്തിനാടാ ടി വി ഓഫ് ചെയ്തിരിക്കുന്നത്? ഉടൻ തന്നെ രോഹിത് പറയാണ്, അത് പിന്നെ ഈ ന്യൂസ് എന്നൊക്കെ പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത് അതിലെന്താ സ്വന്തം ഭാര്യയെ ഗർഭിണിയാക്കുക, മറ്റുള്ളവർ കുത്തുക, കൊലപാതകം ചെയ്യുക, ഇതൊക്കെ അങ്ങ് വിഷ്ണു പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന രോഹിത് ഇങ്ങനെ വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയെ ഗർഭിണിയാക്കുക, ആ ഭർത്താവല്ലാതെ വേറെ ആര് എന്നുള്ള ഭാവത്തിലാണ് രാഘവനും രോഹിത്തും നോക്കുന്നത്. പക്ഷേ വിഷ്ണു എന്താ പറഞ്ഞതെന്ന് വിഷ്ണുവിന് അറിയില്ല. അങ്ങനെ വിഷ്ണു പറയാണ്, കുത്തും കൊലയും കൊലപാതകങ്ങളുടെ ന്യൂസ് ചാനൽ കണ്ട് മനുഷ്യനെ ഭ്രാന്താക്കല്ലേ ചെയ്യുന്ന, എന്തിനാ അമ്മ വെക്കുന്നത്? അത് നീ പറയണ്ടടാ, നീ ആ ടി വി ഓണാക്കടാ, നിൻ്റെ അച്ഛൻ കാണട്ടെ. അപ്പോഴേക്കും രാഘവൻ പറയണേ, വേണ്ട എനിക്ക് കാണണ്ട, ഞാൻ കാണുന്നില്ല, എനിക്ക് വേണ്ട. അങ്ങനെ പറയാൻ ഞാൻ പറ്റില്ല രാഘവേട്ടൻ കണ്ടോ? ഇല്ല വേണ്ട, എനിക്ക് വേണ്ടായിട്ടാ മാമേ, വിഷ്ണു പറയുന്നതിലും കാര്യമുണ്ടെന്ന് പറയട്ടോ. അങ്ങനെ സത്യാമ്മയും ഫയലെടുക്കാൻ വേണ്ടി റൂമിലോട്ട് അങ്ങ് പോവാണ്. പോയ ഉടൻ തന്നെ സത്യാമ്മ പോയി അങ്ങ് വരികയാണ് തിരികെ വരികയാണ്. എന്നിട്ട് സത്യാമ്മ ചോദിക്കുകയാണ്, അല്ല നീ ഇപ്പം എന്തായി പറഞ്ഞത്? സ്വന്തം ഭാര്യയെ ഗർഭിണിയാക്കുക എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവല്ലാതെ വേറെ ആരാടാ ഗർഭിണിയാക്കുന്നത്? അത് അമ്മയെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് തെറ്റിപ്പോയതാ, പറഞ്ഞ കൂട്ടത്തിലല്ല, നിനക്ക് എന്തൊക്കെയാണ് വശപിശകുണ്ട്, നീ എന്താ ഇവിടെ കാട്ടുന്നത്? ഇവന്മാർക്ക് 2 പേർക്ക് എന്തോ കിറുക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്താ രോഹിത്തെ, എന്താ വിഷ്ണു നിങ്ങൾക്ക് പറ്റിയത്? രാഘവേട്ട ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഇവരെ പുറത്ത് വിടണ്ട എന്ന് പറയാനിട്ടോ. അങ്ങനെ സത്യാമ്മ അങ്ങ് പോവാണ്. 3 പേരും ആശ്വാസത്തോടു കൂടി ഇരിക്കുകയാണ്. ഇതേ സമയം രാഘവൻ ചോദിക്കുകയാണ്, ഇനി എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങളുടെ പരിപാടി ഒന്നൊന്നര പരിപാടി തന്നെ ആച്ചാ, ഞങ്ങൾ വലിയ സർപ്രൈസാണ് ഷാലിക്ക് കൊടുക്കാൻ പോകുന്നതെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം സുസ്മിതയാണെങ്കിലോ ഇങ്ങനെ ശാരദാമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ഈശ്വര അവൾ ഗർഭിണിയല്ല, അവളുടെ അബോർഷൻ ആയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് എന്താ ഈ ഡോക്ടർക്ക് സംഭവിച്ചു? ഈ ഡോക്ടർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. എന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തണം, എൻ്റെ മുഖത്ത് അടി കിട്ടിയത് ബാക്കി അല്ലാതെ എന്ത് പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് വിഷ്ണുവും കമലും കൂടി കൊട്ടും കുരവയുമായി വരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് വിഷ്ണു ആണെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ സുസ്മിത വല്ലാത്തൊരു കഷ്ടം എന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.